കുംഭമേള വിജയകരമായി അവസാനിച്ചു. പക്ഷേ അതിൻ്റെ അലയൊലികൾ കേരളത്തിൽ ഇതുവരെ അവസാനിച്ചിട്ടില്ല. കുംഭമേളയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വലിയ വാഗ്വാദങ്ങൾ നടക്കുകയാണ്. കുംഭമേളയിൽ പങ്കെടുക്കാൻ പോയ ഒരു നടിയുടെ സീരിയൽ താരത്തിൻ്റെ അനുഭവം ഞാൻ വിവരിക്കാം. വളരെ ദാരുണമാണത്. അവരും ഭർത്താവും, ശ്രീകുട്ടി എന്ന് പറയുന്ന നടിയാണ്, അവരും ഭർത്താവും കുംഭമേളയിൽ പോയി പങ്കെടുത്തു, മുങ്ങിക്കുളിച്ചു, അവിടെ ചടങ്ങുകളിലൊക്കെ പങ്കെടുത്തിട്ട് തിരിച്ചു വന്നു. അതിൻ്റെ വീഡിയോ, അതിൻ്റെ ചിത്രങ്ങളൊക്കെ അവരുടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. അതിൻ്റെ താഴെ അതിഭീകരമായ വളരെ മോശപ്പെട്ട കമൻറ്റുകളാണ് വരുന്നത്. എന്താണ് സാർ, കേരളത്തിന് എന്താ സംഭവിച്ചിരിക്കുന്നത്? അതായത് നമ്മൾ സോഷ്യൽ മീഡിയ ലോകത്തെല്ലായിടത്തും ഉണ്ട്. കാര്യം വേൾഡ് വൈഡ് ആയിട്ടുള്ളതാണ് സോഷ്യൽ മീഡിയ. പിന്നെ വാട്സപ്പും വേൾഡ് വൈഡ് ആയിട്ടുണ്ട്. അതെ, എല്ലാ രാജ്യത്തും ഉണ്ട്. തമിഴ്നാടിൻ്റെയോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തെയോ ഒരു ഫേസ്ബുക്കിൽ കയറി നോക്കി ഇങ്ങനത്തെ മോശം കമൻറ്റുകൾ കാണില്ല. അതെ, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരിക്കും. പക്ഷേ ഇത് വിമർശനമൊക്കെ ഉണ്ട്, അത് വേണമല്ലോ. പക്ഷേ ഇതേപോലെ ലാംഗ്വേജ്, അതിൽ ഉപയോഗിക്കുന്ന ഭാഷ, വാക്ക് ഒക്കെ വളരെ മോശപ്പെട്ട, വളരെ അരഗൻ്റ് ആയിരിക്കും. ഈ അരഗൻ്റായിട്ട് ഇടുന്ന ആളുകൾ തന്നെ മുക്കിന് ഭരണഘടനയെ എടുത്ത് വെച്ച് പിടിക്കും. ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയും, അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയും, ഭക്ഷണത്തിന് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയും, ബീഫ് ഫെസ്റ്റിനെ കുറിച്ച് പറയും, ബീഫ് കഴിക്കുന്നതിനെ കുറിച്ച് പറയും. ഇങ്ങനെ എല്ലാം പറയുന്നവരാണ് ഒരു വശത്ത്. മറുവശത്ത് മറ്റൊരാളിനത് ചെയ്യാൻ പാടില്ല. ഇതൊരു ഒരുതരം അസഹിഷ്ണുതയാണ്, വല്ലാത്ത ഇരട്ടത്താപ്പെന്നല്ല, അതാണ് നമ്മളൊരു മനോരോഗമാണ്, അതൊരു രോഗമാണ്. എപ്പോഴും നമ്മളെ മുമ്പിൽ സദ്യ ഇരുന്നാലും അപ്പുറത്തവൻ്റെ ഇലയിൽ എന്തിരിക്കുന്നു എന്ന് നോക്കി, അവൻ ഭക്ഷണം കഴിക്കണമെന്ന് നോക്കി ഇങ്ങനെ ഇരിക്കുന്നു. അതിനേക്കാൾ ചിലപ്പോൾ നല്ല ഭക്ഷണമായിരിക്കും നമുക്ക് കിട്ടിയിരിക്കുന്നു, അത് നമ്മൾ കഴിക്കത്തില്ല. ഇങ്ങനെ ഒരു അഴുക്ക സ്വഭാവം മലയാളിക്കുണ്ട്. നെഗറ്റീവാണ്, ബേസിക് ക്യാരക്ടർ നെഗറ്റീവാണ്. അപ്പോൾ സ്വാതന്ത്ര്യം കൂടെ കിട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു? വളരെ മോശമാക്കി. ആ നെഗറ്റീവ് മുഴുവനും പുറത്തു വന്നു. ഞാൻ വേറെ ഉദാഹരണം പറയാം. മാനവീയം വീതി എന്ത് സങ്കല്പത്തിലാണ് മാനവീയം വീതി പണിതത്? സിംഗപ്പൂർ, മലേഷ്യ, ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി പോയ ടൈംസ് സ്ക്വയർ ഒക്കെ ഉണ്ടല്ലോ അമേരിക്കയിൽ, അതുപോലുള്ള സ്ഥലങ്ങൾ ഓപ്പൺ സ്പേസ് ആണ്. ഓപ്പൺ സ്പേസ് എന്ന് പറഞ്ഞാൽ അവിടെ അത്യാവശ്യം ചെറിയ ഭക്ഷണം കിട്ടും, പാട്ട് പാടാം, ഡാൻസ് കളിക്കാം, എല്ലാം സഭ്യമായ എന്ത് കാര്യവും ചെയ്യാം. മറ്റുള്ളവർക്ക് ഉപദ്രവം ചെറിയ ഗ്രൂപ്പുകളായിട്ട് നെയ്ഞ്ഞു. അപ്പോൾ അപ്പുറത്തെ ഗ്രൂപ്പിൽ എന്ത് നടക്കുന്നു, ഇപ്പുറത്തെ ഗ്രൂപ്പുകാർ തിരക്കത്തില്ല. ചെറിയ ഡിസ്റ്റൻസ്, സിംഗപ്പൂരൊക്കെ ചെല്ലുമ്പോൾ ചെറിയ ഡിസ്റ്റൻസ്, ഒരു ഓപ്പൺ ഗ്രൗണ്ട്, ചെറിയ കൂട്ടങ്ങളാണ്. ചിലർ ചെണ്ട അടിക്കുന്നു, ചിലർ പാട്ട് പാടും, ചെണ്ടയല്ല അവിടുത്തെ ഡ്രം അടിക്കുന്നു, ചിലർ പാട്ട് പാടുന്നു, ചില കുഞ്ഞു കാര്യം. അത് കാണാൻ ഒരു 10 പേർ, ചിത്രം വരയ്ക്കും, ഒരു 10-15 പേർ അത് കാണാൻ നിൽക്കും. ചിലപ്പോൾ ഈ 15 പേരും ഡാൻസ് ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ ഒരാളായിരിക്കും ഡാൻസ് ചെയ്യുന്നത്, ബാക്കിയുള്ളവർ കാണും. അവരങ്ങ് ഒരുപാട് സമയം അനുവദിക്കത്തില്ല, കുറച്ച് സമയമാണ്, അരമണിക്കൂർ. അത് കഴിയുമ്പോൾ അടുത്ത ബാച്ച് വരും. ഇങ്ങനെ പതിനായിരക്കണക്കിന് ആളുകൾ വന്ന് അവരുടെ സന്തോഷവും ആനന്ദവും ഒക്കെ പങ്കുവെച്ച് പോകും. ആരും ഇടിക്കുന്നു, എന്റർടൈൻമെന്റ്. ആരും ഇടിക്കുന്നു. ഇതൊരു ഒരുപാട് സമയമുണ്ട്, രാത്രി ഒരുപാട് സമയമുണ്ട്. പിന്നെ അവർ ഫുഡെല്ലാം കഴിച്ച് വളരെ ആനന്ദിച്ച് പോകും. അപ്പം ഞാൻ സിംഗപ്പൂർ ഫാമിലി ആയിട്ടൊക്കെ പോയി. അപ്പോൾ പോയപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ നാട്ടിൽ ഇത് വന്നെങ്കിൽ നല്ലതല്ലേ, വൈകുന്നേരം കുട്ടികളും കുടുംബങ്ങളുമായിട്ടൊക്കെ പോയി നല്ല എന്റർടൈൻമെന്റ്. വേറെ ചെറുപ്പം എല്ലാ ഫാമിലിക്കൊക്കെ പോകാൻ പറ്റുന്നു. കാരണം നമുക്ക് സ്ട്രെസ് അല്ലേ, പകൽ മുഴുവൻ നമുക്ക് സ്ട്രെസ് അല്ലേ, ഓഫീസിലെ സ്ട്രെസ് മുഴുവൻ പണിയാണല്ലോ. അത് കഴിയുമ്പം ഒരു ഫ്രീഡം, നല്ല ഫുഡ് കഴിക്കാം, നല്ല പാട്ട് കേൾക്കാം, നമുക്ക് തന്നെ പാടാം, എല്ലാം. അപ്പം ഞാൻ മാനവീയം വീതി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണ് ഇത് കൊള്ളാമല്ലോ. ആദ്യത്തെ 2-3 ദിവസം അവിടെ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നടന്നു, ആളുകൾ വരുന്നു, പാട്ട് പാടുന്നു. പക്ഷെ 3-ാം ദിവസം തൊട്ട് നമ്മുടെ മലയാളിയുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നു. അപ്പോൾ ആദ്യം പോലീസ് സ്റ്റേഷൻ പോസ്റ്റ് ഇല്ലായിരുന്നു അവിടെ, ഇപ്പോൾ ഉണ്ട്. അതെ, 3-ാം ദിവസം കഴിഞ്ഞപ്പോൾ മലയാളിയുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നു. എന്താണ്? പെണ്ണുങ്ങളെ തോണ്ടുക, വെള്ളം അടിച്ചുകൊണ്ട് അവിടെ പോവുക, കഞ്ചാവ് അടിച്ചുകൊണ്ട് പോവുക, അടിയുണ്ടാക്കുക. ഒരു 6-7 കേസങ്ങ് വന്നു. പോലീസിനെ ആക്രമിക്കാൻ തുടങ്ങി. മലയാളിയുടെ യഥാർത്ഥ മലയാളി അതാണ്, സാക്ഷര മലയാളിയല്ല, പക്വതയുള്ളവരല്ല മലയാളികൾ. അപ്പൊ ഞാൻ പറഞ്ഞത് എന്നിട്ട് മാനവീയ വീതിയിൽ എന്ത് സംഭവിച്ചു? അത് ക്ലോസ് ആയി. ഇപ്പം നിങ്ങൾ പോയി നോക്കൂ, വല്ലപ്പോഴും ആരെങ്കിലും ഒക്കെ വന്ന് എന്തെങ്കിലും പറയുന്നതല്ലാതെ അവിടെ തിരക്കില്ല. അത് മലയാളിയുടെ ഒരു അപക്വമായ ജീവിതശൈലിയാണ്. ഇതിൻ്റെ വലിയ രൂപമാണ് എവിടെ കാണുന്നത്? നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. അവിടെ ആകുമ്പോൾ മറ്റേതാണെങ്കിൽ ഡയറക്റ്റ് കാണുമെങ്കിലും ചെയ്യാം, മറ്റൊരാളിനെ ഉപദ്രവിക്കും. ഇത് ഉപദ്രവിച്ചാൽ കാണൂലല്ലോ. എനിക്ക് ഡോക്ടറുള്ളവരെ, മെഡിക്കൽ ഡോക്ടർ, അദ്ദേഹത്തിന് അത് ഒരു പാർട്ടിയിൽ അദ്ദേഹം വിശ്വസിക്കുന്നതാണ്. പക്ഷേ എതിരായ പാർട്ടികളെയൊക്കെ എന്തൊക്കെയാണ് പറയുന്നത്? വല്ലാതെ സോഷ്യൽ മീഡിയയിൽ കയറി പറയും. അപ്പോൾ ഇതുപോലത്തെ ഇപ്പോൾ കുംഭമേളയിൽ ആളുകൾ പോവുകയും 66 കോടി ആളുകൾ പോയെന്ന് പറഞ്ഞു. ചിലപ്പോൾ അത് 6 കോടി എന്ന് വിചാരിക്കുക, ഞാൻ 10-1 പറയുന്നത് 6 കോടി പോയെന്ന് വിചാരിക്കുക. ലോകത്തുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ പോയി. മലയാളി പോയില്ല, ഇപ്പോൾ ഇവിടെ നിന്ന് എത്ര ലക്ഷം ആളുകൾ പോയി കാണും. ഇനി 3 കോടി ആളുകൾ, ഇപ്പം നമ്മളൊന്നും പോയില്ല, ഇനി നമ്മളും കൂടെ ചേർത്ത് 3 കോടി ആളുകൾ പോയാലും ഈ 66 കോടി എവിടെ ഇരിക്കുന്നു? 3 കോടി
ഒരു മിനിമം നമ്പർ പോലും ആവുന്നില്ലല്ലോ മൊത്തം പോയിട്ട്. ഇവിടുന്ന് 5-6 ലക്ഷം അല്ലെങ്കിൽ 1 ലക്ഷം 2 ലക്ഷം 10 ലക്ഷം ആളുകൾ പോയിട്ടുണ്ടെങ്കിൽ ഒരു നമ്പറേ അല്ല. സാറേ, ഈ കുംഭമേളയുടെ വിജയത്തിൽ ഇത്ര അസഹിഷ്ണുത എന്തിനാണ്? ഈ ശ്രീകുട്ടി പറയുന്നത്, അവർ അതിന് മറുപടി കൊടുത്തു. എന്നിട്ട് അവർ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട്, അതായത് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഈ തെറി പറഞ്ഞുകൊണ്ട്, ചീത്ത പറഞ്ഞുകൊണ്ട് ഈ കമന്റുകൾ ഇട്ട് വരുന്നത്. ഇവിടെ അതുപോലെ ചിലർ അവരുടെ രാഷ്ട്രീയം മനസ്സിലാവും, അവരുടെ വിശ്വാസം എന്താണെന്ന് മനസ്സിലാവും, അവർ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് മനസ്സിലാവും, എല്ലാം മനസ്സിലാവും. ഞാൻ പറഞ്ഞിട്ട് ഇപ്പം ഹജ്ജിന് ആളുകൾ പോകുന്നു, മക്കയിൽ പോകുന്നു, പിന്നെ ആറ്റുകാൽ പോയി പൊങ്കാല ഇടുന്നു, പിന്നെ ശബരിമലയിൽ ആളുകൾ പോകുന്നു, ഗുരുവായൂർ ഏകാദശിക്ക് പോകുന്നു, വേളാങ്കണ്ണി പോകുന്നു, തിരുപ്പതി ഉത്സവത്തിന് പോകുന്നു, ലക്ഷക്കണക്കിന് ജനങ്ങൾ ഉത്സവത്തിന് പോകും. ഇത് ഇപ്പം ഞാൻ ഒരു പക്ഷത്തെയും പറയുന്നില്ല. BJP RSS എന്ന സംഖ്യ എന്നൊക്കെ പറഞ്ഞാണല്ലോ എല്ലാവരും തെറിയൊക്കെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അവരൊക്കെ ഉണ്ടായിട്ട് എത്ര വർഷമായിരുന്നേ? അതിനൊക്കെ മുമ്പ് RSS പോലും ഇപ്പൊ 100 വർഷമല്ലേ ആയിട്ടുള്ളൂ ഉണ്ടായിട്ട്. ഇത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദേവാസുര കാലം എവിടെ കിടക്കുന്നു? 2000-3000 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയെ ബേസ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ദേവാസുര കഥ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ വർഷം വല്ല ഉള്ളതാണോ? എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ളൊരു വിശ്വാസം 12 വർഷം കൂടുമ്പോൾ അവർ ചെയ്തു വരുന്നു, 24 വർഷം കൂടുമ്പോൾ അവർ അതിൻ്റെ കുറച്ചുകൂടി മെഗാ രീതിയിൽ ചെയ്തു വരുന്നു. ഇപ്പോൾ അത് 144 വർഷമാകുമ്പോൾ മഹാകുംഭമേള. ഇനി ഇതിനകത്ത് എന്തെങ്കിലും രാഷ്ട്രീയം കാണുകയാണെന്ന് വിചാരിച്ചോ? ഞാൻ വേറെ രീതിയിൽ പറയണം. രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ അടുത്ത വർഷം കുംഭമേള വയ്ക്കാൻ പറ്റുമല്ലോ? അങ്ങനെ പറ്റൂലല്ലോ. അതെ, രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ എല്ലാ വർഷവും ഒരു പൊളിറ്റിക്കൽ ഗെയിൻ ഉണ്ടെന്ന് വിചാരിക്കും. UP ഗവൺമെന്റിനും സെൻട്രൽ ഗവൺമെന്റിനും ഒരു പൊളിറ്റിക്കൽ ഗെയിൻ ഉണ്ടെങ്കിൽ എല്ലാ വർഷവും വെച്ചാൽ പോരെ? അതെ, അങ്ങനെ വെക്കാൻ പറ്റൂല. ഇനി 144 വർഷം കഴിഞ്ഞ് ഈ മഹാകുംഭമേള നടക്കും. അന്ന് ഇവിടുത്തെ CPM കാണൂ, കോൺഗ്രസ് കാണൂ, BJP കാണൂ, ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കാണൂ, ഈ രാഷ്ട്രീയ സംവിധാനങ്ങൾ കാണൂ, ഈ ജനാധിപത്യം കാണൂ. നമുക്കറിയാൻ പറ്റുമോ എന്താ കാണാൻ പറ്റുമോ എന്ന് പറയുമ്പോൾ? 144 വർഷം കഴിഞ്ഞിട്ട് എന്താ അവിടെ ഉണ്ടാവുമെന്ന് അറിയാൻ പറ്റുമോ? മലയാളി ഉണ്ടാവുമോ? അപ്പം 144 വർഷത്തിലൊരിക്കൽ വരുന്നൊരു മഹാപരിപാടി, അതിനെ സഹായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഉപദ്രവിക്കരുത്. കുറച്ച് പേര് അവിടെ പോയി പറഞ്ഞു മലിനമാണ്. അപ്പോൾ വേറെ കുറച്ച് പേര് വെള്ളം, ഇവിടെ നമ്മുടെ പഴവങ്ങാടി പോറ്റി പോലും കൃഷ്ണൻ നമ്പൂതിരി പോലും പോയി വെള്ളം കോരി കുടിച്ചുകൊണ്ട് ഇത്. ഞാൻ ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയാം. എൻ്റെ ഒരു സുഹൃത്ത്, ഞാൻ പേര് പറയുന്നില്ല, ഒരു ക്രിസ്ത്യൻ സുഹൃത്താണ്. അവർ കൽക്കട്ടയിൽ ഒരു പരിപാടിക്ക് പോയി. അയാൾ കൽക്കട്ടയിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന് തോന്നി വാരാണസി കൂടെ പോയി ഇതൊന്ന് പ്രയാഗ്രാജിൽ കൂടി തൊഴാം എന്ന് പറഞ്ഞ് പുള്ളി ഫ്ലൈറ്റിൽ കയറി പ്രയാഗ്രാജ് പോയി. രാത്രി 2 മണിക്കാണ് കുളിച്ചത്. രാത്രി 2 മണിക്ക്. അപ്പോൾ 2 മണിക്കാണെങ്കിൽ ലൈറ്റ് വല്ല സംവിധാനം ഉണ്ടോ? നല്ല തണുപ്പുള്ള സമയം, നല്ല തണുപ്പായിരുന്നു. കുളിച്ചിട്ട് പറഞ്ഞു 2 ആഴ്ചയായി വന്നിട്ട്, നാട്ടിൽ വന്നിട്ട്. അപ്പോൾ ക്രിസ്ത്യാനിയാണ്, പേരുകൊണ്ട് ക്രിസ്ത്യാനിയാണ്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ക്രിസ്ത്യാനിയല്ലേ? സർ, ഇതിനകത്ത് തീർത്ഥാടനത്തിന് ക്രിസ്ത്യാനിയും ഹിന്ദു വല്ലതും ഉണ്ടോ? ഞാൻ അവിടെ പോയി ഒറ്റയ്ക്കാണ് പോയത്. 2 മണിക്ക് ഞാൻ ഇറങ്ങി കുളിച്ചു. ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഞാൻ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അവിടെ ചൊറിയും മറ്റു കാര്യങ്ങളില്ലാന്ന് മാത്രമല്ല, നല്ല ഒഴുക്കുണ്ട്, നല്ല തണുപ്പുമുണ്ട്. എനിക്കിപ്പോഴും അതിൻ്റെ സുഖം എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ഇപ്പോഴും ആ കിട്ടുന്നൊരു ആത്മസംതൃപ്തി ഉണ്ടല്ലോ. നമ്മൾ ക്ഷേത്രത്തിൽ നല്ല ഫുഡ് കഴിച്ചാൽ നമുക്കൊരു സംതൃപ്തി കിട്ടും, നല്ല വസ്ത്രം വാങ്ങുമ്പോൾ സംതൃപ്തി കിട്ടും. അതിനേക്കാളൊക്കെ എത്രയോ 10 മടങ്ങ് സംതൃപ്തിയാണ് ഒരു ഭക്തനെ സംബന്ധിച്ചുള്ള, വിശ്വാസം സംബന്ധിച്ചുള്ള ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ. ഇവിടെ അന്നദാനം കഴിക്കുന്നു. വീട്ടിൽ ഗതിയില്ലാത്തതുകൊണ്ടാണോ അടുത്ത അമ്പലത്തിൽ പോയി അന്നദാനം കഴിക്കുന്നത്? അല്ല, അതിന് കിട്ടുന്ന ഒരു ആനന്ദവും ഒരു സന്തോഷവും, അതിൻ്റെ സന്തോഷവും, അത് നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നുള്ള ചിന്തയും കൊണ്ടാണ് മനുഷ്യർ പോകുന്നത്. അപ്പോൾ ഭക്തിയുടെ ഭാഗമായി പോകുന്നു, വിശ്വാസത്തിൻ്റെ ഭാഗമായി അവർ പോകട്ടെ. അതെ, അവരെ നമ്മൾ ഉപദ്രവിച്ചുകൊണ്ട് തീരും. ഇവിടെ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ബഹളം ഉണ്ടാക്കിയിട്ടെ ഇവിടെ എത്രയോ ആളുകൾ വന്ന് അടിയുണ്ടാക്കാൻ നോക്കിയിട്ടൊന്നും ഒന്നും സംഭവിച്ചില്ല. വല്ലതും സംഭവിച്ചോ? ഇല്ല. അവിടെ ഇപ്പോൾ യോഗിക്ക് പകരം പിന്നെ മായാവതിയാണ് ഇരുന്നെങ്കിലും കുംഭമേള കാണും. അതെ, കോൺഗ്രസ് ആണ് ഇരുന്നെങ്കിലും കുംഭമേള കാണുമല്ലോ. അതെ. അപ്പോൾ പിന്നെ അതെങ്ങനെ BJP ആവുന്നത്? അതെങ്ങനെ RSS ആവുന്നത്? പിന്നെ ഭരിക്കുന്ന പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്യും? എല്ലാ സൗകര്യങ്ങളും ഒരുക്കുക. അവർക്ക് ഒരു 4 വോട്ടും കൂടെ കിട്ടണതാണെങ്കിൽ അവർ കൂടുതൽ ചെയ്യും. മാത്രമല്ല സാർ, വലിയ റവന്യൂ ആണ് അതിലുണ്ടായിരിക്കുന്നത്. എത്ര 2.5-3 ലക്ഷം കോടി രൂപ അവരുണ്ടാക്കി. ഇന്ത്യ മുഴുവൻ, ലോകത്തെ മുഴുവൻ അവർ ശ്രദ്ധിച്ചു, അങ്ങോട്ട് കൊണ്ടുവരുത്തി. അവർ ചെയ്യും, സ്വാഭാവികമായിട്ട് ചെയ്യൂലേ? ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു. AKGയുടെയും പിന്നെ EMSൻ്റെയും അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ എന്ത് വെച്ചിട്ടുണ്ട്? വിഗ്രഹം വെച്ചിട്ടുണ്ട്. വിഗ്രഹമല്ല, പ്രതിമ വെച്ചിട്ടുണ്ട്. AKG പാർക്ക്, EMS പാർക്ക്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുമ്പോൾ ഇടും. BJP വരുമ്പോൾ വാജ്പേയി പാർക്ക്, അതെ, അദ്വാനി പാർക്ക്, അങ്ങനെ ഇടും. കോൺഗ്രസ്സുകാർ വരുമ്പോൾ മഹാത്മാഗാന്ധി പാർക്ക്, ഇങ്ങനെ ഇടും. ഇതിനകത്ത് തെറ്റ് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പൊളിറ്റിക്സിൽ, ജനാധിപത്യത്തിൽ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ മെരിറ്റ് വരുമ്പോൾ അത് ആർക്ക് ഗുണം കിട്ടും? ഭരിക്കുന്നവർക്ക് ഗുണം കിട്ടും. ഉമ്മൻചാണ്ടിയാണ് പിന്നെ കണ്ണൂർ വിമാനത്താവളം കൊണ്ടുവന്നത്. മെരിറ്റ് കിട്ടിയത് ആർക്കാണ്? അതിൻ്റെ പിണറായി വിജയനാണ്. അങ്ങനെയാണ് വരുന്നത്.
അത് നമ്മൾ തെറ്റ് പറഞ്ഞ കാര്യമില്ല. ഡെമോക്രസി അങ്ങനെ പറ്റുള്ളൂ, അല്ലാതെ നമുക്ക് പറ്റുമോ? അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ബഹളം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഈ ബഹളം ഉണ്ടാക്കുന്നവർ അവർക്കൊരു മനോരോഗവും ഒരു സുഖം. കാരണം എതിരാളി നമ്മളൊന്നും പറയില്ലല്ലോ, ഡയറക്റ്റ് ഒന്നും പറയില്ലല്ലോ, അവർ മറുപടി അല്ലാതല്ലേ പറയുള്ളൂ. അപ്പം ഡയറക്റ്റ് അറ്റാക്ക് ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു മനോരോഗമുണ്ട്, മറ്റൊരാളിനെ കുറ്റം പറയുക. ഈ രോഗത്തിൻ്റെ ഭാഗമാണ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്ത് കളയുക. ഞാനൊരു ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കാം. സായിബാബയെ ഒരിക്കൽ ഇവിടെ AT കോവൂർ, മറ്റേ യുക്തിവാദി, അദ്ദേഹം വെല്ലുവിളിച്ച് പല രൂപത്തിൽ, അന്ന് പുസ്തക രൂപത്തിലൊക്കെയാണ് വെല്ലുവിളിക്കണം, യൂട്യൂബും വാട്സപ്പും ഒന്നും ഇല്ലല്ലോ. വെല്ലുവിളിച്ചിട്ട് അവിടെ ചെന്നിട്ട് സായിബാബയെ കണ്ടിട്ട് ഇങ്ങനെ ആരോ പരിചയപ്പെടുത്തി, AT കോവൂറാണ്, യുക്തിവാദിയാണ്, നിങ്ങൾ ഭസ്മം എടുക്കുമല്ലോ, മറ്റേ ഇതിൽ നിന്ന് അന്തരീക്ഷത്തിൽ ഭസ്മം എടുക്കണമെന്ന് എനിക്കൊന്ന് എടുത്ത് കാണിച്ചു തരണം, ഞാൻ വെല്ലുവിളിക്കുന്നു എന്ന് കേട്ടു. സായിബാബ ഒന്ന് ചിരിച്ചു. അപ്പോൾ വീണ്ടും ഇദ്ദേഹം വെല്ലുവിളിക്കുകയാണ്, ഒന്നുകൂടെ ചിരിച്ചു, കയറിപ്പോയി. ഈ വിശ്വാസമില്ലാത്ത ഒരാളിൻ്റെ അടുത്ത് വെല്ലുവിളിക്കണം എന്തിനാണ്? സായിബാബ എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് ഈ വെല്ലുവിളി ചലഞ്ച് ഏറ്റെടുത്തില്ല? എന്തിനാ ഏറ്റെടുക്കുന്നേ? യാതൊരു വിശ്വാസമില്ലാത്ത ഒരാൾ വന്ന് നമ്മൾ എതിർക്കാൻ വന്നിരിക്കുന്ന ആളിനോട് നമ്മൾ ഒഴിഞ്ഞു പോകുന്നതാണ് മാന്യത, ഇഗ്നോർ ചെയ്യുന്നതാണ് മാന്യത, അവോയ്ഡ് ചെയ്യലാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഏറ്റുമുട്ടലെന്നല്ല, ഇതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കരുത്. കാരണം ഇവരാരും ചൊറിഞ്ഞാലും ബഹളം ഉണ്ടാക്കിയാലൊന്നും എന്ത് തീരൂല. അത് അങ്ങനെ തീരുന്നതല്ല. ഇന്ത്യയിലെ സനാതന ധർമ്മവും ഇന്ത്യയിലെ ആത്മീയതയും ഇന്ത്യയിലെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ജനറ്റിക്കാണ്. അത് നൂറ്റാണ്ടുകൾ കൊണ്ട് വന്നതാണ്. അതൊന്നും അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തീരില്ല. ഇത് തീരുന്ന പ്രശ്നമില്ല. 2000 വർഷം പല രൂപത്തിൽ പലരും വന്ന് ഇവിടെ ആക്രമിച്ച് നോക്കി, എന്നിട്ടൊന്നും തീർന്നില്ല. ഇപ്പോഴും പല രൂപത്തിൽ പറയുന്നു. പിന്നെ സ്വാഭാവികമായിട്ട് അതിൻ്റെ ക്രെഡിറ്റ് ആർക്ക് കിട്ടും? ഭരണകക്ഷിക്ക് കിട്ടും. പക്ഷെ അങ്ങനെ പറയാനും പാടില്ല. അങ്ങനെയാണെങ്കിൽ അയോധ്യയുടെ ഗുണം ആർക്ക് കിട്ടണമായിരുന്നു? BJPക്ക് കിട്ടണമായിരുന്നു. കിട്ടിയില്ലല്ലോ. അയോധ്യയുടെ ഗുണം BJPക്ക് കിട്ടിയില്ല, അവിടെ പ്രതിഫലിച്ചില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾ എന്ത് ചെയ്യരുത്? അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്.